ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രീച്ചീസ് വ്ലോഗ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ കെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മുടി കൊഴിച്ചിലൊക്കെ മാറ്റി മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടിയിലെ ഡ്രൈനെസ് ഒക്കെ മാറും. മുടി നല്ലതുപോലെ കറുത്ത് വളരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഈ എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മീഡിയം സവാള അടിച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിലിട്ട് തൊലി കളഞ്ഞിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു മീഡിയം കറ്റാർവാഴ, കുറച്ച് തുളസി ഇല, 2-3 പനിക്കൂർക്കയുടെ ഇല, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല, ഒരു 4 ഇതളോളം പേരയിലയില്ലേ അതും, കുറച്ച് മൈലാഞ്ചി ഇലയും കൂടി ചേർത്ത് അരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത്. പിന്നെ ഇതാ കുറച്ച് ചെമ്പരത്തിയുടെ ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ട്. ചെമ്പരത്തി നന്നായിട്ട് ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. പിന്നെ കുറച്ച് ഉലുവ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എണ്ണ എടുക്കുന്നതിൻ്റെ അത്രയും തന്നെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു കപ്പോളം നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ എണ്ണ ഉണ്ടാക്കിയെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്കിനി ആ ഓയിൽ പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് തന്നെ ഒരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിനി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞപ്പം ഉലുവ പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നല്ല ഡ്രൈ ആവാത്ത ഫ്രഷ് ആയിട്ടുള്ള 1-2 ചെമ്പരത്തി പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു 5 മിനിറ്റോളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് സിമ്മിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് എണ്ണ ആയി കിട്ടും. എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നമുക്ക് നല്ലൊരു ചില്ലുകുപ്പിയിലിട്ട് ടൈറ്റായിട്ട് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ആഴ്ചയിൽ 2 തവണ നമുക്ക് ഈ എണ്ണ യൂസ് ചെയ്യാം. നന്നായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാം. ആഴ്ചയിൽ 2 തവണ നമുക്ക് യൂസ് ചെയ്യാം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ